വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലൊരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതാ നമ്മൾ പോകുമ്പം സൈഡിലൊക്കെ ഇതാ ചെറിയ കച്ചവടക്കാരൊക്കെ നമുക്ക് കാണാം. അപ്പം ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്പോട്ടുകൾ ഉണ്ടല്ലോ അല്ലേ. അപ്പം ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പം അതിലൊക്കെ ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സൈഡിൽ ആ ചെറിയ കച്ചവടക്കാരൊക്കെ ഇതാ കച്ചവടം ചെയ്യുന്നത് കാണാം. ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഫുഡ് ഐറ്റംസുകളുണ്ട്, അതേപോലെ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടോക്കാം അല്ലേ എന്താണ് അവസ്ഥ എന്നുള്ളത് അല്ലേ. ഇങ്ങോട്ട് പോകുമ്പോൾ ദാ ചെറിയ കുട്ടികൾക്ക് പറ്റിയുള്ള ഫുട്വെയർ കാര്യങ്ങൾ, അതേപോലെ ടോയ്സ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റം നമുക്ക് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണട്ടോ. ഇപ്പോൾ ഇതാ ഞാനൊരു ബ്രിഡ്ജിൻ്റെ താഴെയാണ് നമ്മൾ, അതായത് ഈ മക്കാമിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതാ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്തൂടെയാണ് നമ്മൾ പോവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതൊക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ പോകുമ്പോൾ പലയിടങ്ങളിലും പല കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിലൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിതാ ഈ ഒരു ഹാജി അലി ദർഗൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇവിടെ ദാ ഒരുപാട് ചെറിയ കച്ചവടക്കാർ ഇതിൻ്റെ ഉള്ളിലും ഇതിൻ്റെ താഴെ ഈ ബ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് കാണാം. പിന്നെ അന്യമതസ്ഥരും ഒരുപാട് മതത്തിലുള്ള ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ദാ നമ്മൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഏക ദർഗയാണ് ഹാജി അലി ദർഗ. 15-ാം നൂറ്റാണ്ടിൽ ലോകം ചുറ്റിക്കറങ്ങിയ ശേഷം മുംബൈയിൽ താമസമാക്കിയ ഫീർ ഹാജി അലി ഷാ ബുഖാരിയുടെ ദർഗയുടെ നിർമ്മാണം 1431 പൂർത്തിയായത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ദർഗയിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ 1.5 ലക്ഷത്തിലധികം വിശ്വാസികളാണ് എത്താറുള്ളത്. അങ്ങനെ ഒരുപാട് കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മക്കാമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയോക്കല്ലേ എന്താ അവസ്ഥ എന്നുള്ളത്. നമുക്ക് ഒരു വെറൈറ്റി സംഗതിയാണ്. നമുക്ക് ഈ ഒരു കടലിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കാഴ്ച കാണാൻ വരുന്നുണ്ട്. മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് അല്ലേ. എന്തായാലും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇന്ന മതസ്ഥരെന്നില്ല, എല്ലാ മതസ്ഥരും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഓരോരുത്തരും ഓരോ വിശ്വാസങ്ങളാണല്ലോ. അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊന്നുമില്ല, എല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാം. കണ്ടതാണ്, എല്ലാവരും വരുന്നുണ്ട്. വിശ്വാസങ്ങൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ അല്ലേ. പിന്നെ ഇതാ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് ഇതാ പുറത്ത് അയച്ചു വെച്ചിട്ട് വേണ്ടേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ ഇതാ ചെരുപ്പ് ഇവിടെ ചെറിയൊരു പൈസ നമുക്ക് അതിന് കൊടുക്കേണ്ടി ഒരു 10 രൂപ, ഒരു ചെരുപ്പിന് 5 രൂപ കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മളത് ചെരുപ്പ് അവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഉള്ളിൽ ഇതാ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ പള്ളിയുടെ ഒരു പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡിൽ മക്കാമാണ്, അവിടെ ഇതാ കാണുന്ന അവിടെ ഒരു മക്കാമുണ്ട്. അപ്പം നമുക്കിതാ മക്കാമിൻ്റെ അടുത്തേക്കൊന്ന് പോയോക്കാം അല്ലേ. പിന്നെ ഇതാ ചുറ്റും കടലാണ് കേട്ടോ. ചുറ്റും കടലാണ്. കടലിനോട് ചേർന്നാണ് ഈ പള്ളി നിൽക്കുന്നത്. ചുറ്റും കടലാണ്. അപ്പം നല്ല ഒരു മനോഹരമായ ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മക്കാം കേട്ടോ. ഈ കാണുന്നതാണ് മക്കാം. ഫീർ ഹാജി അലി ഷാ ബുഖാരിയുടെ മക്കാമാണ് ഈ കാണുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മക്കാം. നമുക്കപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയോക്കാം അല്ലേ എന്താ അവസ്ഥ എന്നുള്ളത്. ചുറ്റും കടലാണ്, അതുകൊണ്ട് തന്നെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാം. നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയോക്കാം. പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക തോന്നുന്നു, കാരണം പണി നടക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയോക്കാം. ഇവിടെ ദാ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ, പള്ളിയുടെ ഉള്ളിൽ നല്ല മനോഹരമായ ഈ പള്ളി ഉണ്ടാക്കിയത് ഇതിൻ്റെ വാളൊക്കെ ഉണ്ട്, ചുമരൊക്കെ ഫുള്ള് നമ്മളെ നിലം വിരിക്കുന്ന ഇതുണ്ടല്ലോ, മാർബിൾ കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. പള്ളിയുടെ ചുമര് ഫുള്ള് മാർബിളാണ് കേട്ടോ. നല്ല കൊത്തുപണികൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ളൊരു പള്ളിയാണ്. നമ്മളിതാ ഇവിടെ ഉളു എടുക്കുന്ന പള്ളിയിലേക്ക് കയറുമ്പോൾ ഉളു എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്.
അപ്പോൾ നമ്മൾ ഉദുവൊക്കെ എടുത്തത് ആ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. പള്ളിയുടെ ഈ ചുമര കാണുന്നതല്ല, മനോഹരമായിട്ടുണ്ട് കേട്ടോ. ചുമര് നല്ല മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല മനോഹരമായ രീതിയിലാണ് പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. പള്ളിയുടെ ഉൾഭാഗമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പള്ളിയുടെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പള്ളിയുടെ ഉള്ളിൽ നല്ല മനോഹരമായ രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ കൊത്തുപണികളൊക്കെ ഉള്ളത്. നല്ലൊരു വ്യൂ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.